എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ ബലരാമൻ ഒരു പക്ഷത്തും ചേരാതെ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പാണ്ഡവരെ അറിയിച്ച് തീർത്ഥയാത്രയ്ക്ക് പോകുന്നതും രുക്മിയെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും യുദ്ധത്തിനായി പാണ്ഡവ പക്ഷമോ കൗരവ പക്ഷമോ സ്വീകരിക്കാതെ തിരിച്ചയക്കുന്നതും വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. കൗരവ പാളയത്തിൽ ദുശാസനനും കർണനും ശകുനിയോടുമൊപ്പം ഇരുന്ന ദുര്യോധനൻ ശകുനിയുടെ പുത്രനായ ഉലൂകനെ തന്റെ സമക്ഷത്തേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഉലൂക, നീ എൻ്റെ ദൂതനായി പാണ്ഡവ സമക്ഷത്തേക്ക് ചെല്ലണം. എന്നിട്ട് ഞാനിനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ അതേപടി പാണ്ഡവരോട് പറയണം. ഇത് അവർക്കുള്ള എൻ്റെ സന്ദേശമാണ്. തുടർന്ന് ദുര്യോധനൻ പാണ്ഡവർക്കുള്ള തൻ്റെ സന്ദേശം ഉലൂകനോട് പറഞ്ഞു. ഉലൂകൻ ദുര്യോധനന്റെ ദൂതനായി പാണ്ഡവ സമക്ഷത്ത് എത്തി. ഉലൂകൻ എന്നിട്ട് സഹോദരന്മാർക്കും വിരാടനും ദ്രുപദനും കേശവനോടൊപ്പവും ഇരിക്കുന്ന യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജൻ, ദുര്യോധനന്റെ ദൂതനായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇനി പറയുവാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അത് കേട്ട് അങ്ങ് ക്രോധിക്കരുത്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഉലൂക, ഭയം കൂടാതെ നീ ദുര്യോധനന്റെ സന്ദേശം എന്താണെന്ന് ഞങ്ങളെ അറിയിച്ചാലും. ഉലൂകൻ പറഞ്ഞു, യുധിഷ്ഠിര, ചൂതുകളിയിൽ തോറ്റ് നീ 12 വർഷം വനത്തിൽ കഴിഞ്ഞു. 1 വർഷം വിരാടന്റെ രാജധാനിയിൽ സേവകനായി കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഭിക്ഷയാചിക്കുവാൻ നീ കേശവനെ എൻ്റെ സമക്ഷത്തേക്ക് വിട്ടു. സാധാരണ മനുഷ്യർ ഇതെല്ലാം സംഭവിച്ചാൽ ക്രോധാകുലനാകും. നിനക്ക് അങ്ങനെ ക്രോധിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. യുധിഷ്ഠിര, ചൂതുകളിയിൽ പരാജയപ്പെട്ടതും ദ്രൗപദി അപമാനിക്കപ്പെട്ടതും 12 വർഷം വനവാസം അനുഷ്ഠിച്ചതുമെല്ലാം നീ അനുസ്മരിക്കുക. എന്നിട്ട് നീ പുരുഷന്മാരെ പോലെ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങൂ. നപുംസകമായ ഭീമൻ അവനെ കൊണ്ട് കഴിയില്ല എങ്കിലും വൃഥാ പ്രതിജ്ഞ എടുത്തു ദുശാസനന്റെ ചോര അവൻ കുടിക്കുമെന്ന്. നീ അതിന് കഴിയുമോ എന്ന് ശ്രമിച്ചു കൊള്ളുക ഭീമ. ആയുധങ്ങളെല്ലാം തയ്യാറാണ്. കുരുക്ഷേത്ര ഭൂമി തയ്യാറാണ്. ഭടന്മാർക്ക് യുദ്ധവീര്യം കൂടുവാനായി പൊൻപണവും നൽകി കഴിഞ്ഞു. നാളെ നീ കേശവനോടൊപ്പം യുദ്ധത്തിനിറങ്ങുക. നാളെ നിനക്ക് നേരിടേണ്ടി വരുന്നത് ഭീഷ്മരെയായിരിക്കും. ഗന്ധമാദന പർവ്വതം കീഴടക്കുവാൻ കഴിയുമെന്ന് കരുതുന്ന വിഡ്ഢിയെ കണക്കെ നീ വിചാരിച്ചു കൊള്ളുക നിനക്ക് ഭീഷ്മരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കഴിയുമെന്ന്. പിന്നെ ദ്രോണർ, അദ്ദേഹം ദേവേന്ദ്രന് സമനാണ്. ഇവരെയൊക്കെ കീഴ്പ്പെടുത്തി രാജ്യം തിരിച്ച് നേടിയെടുക്കുവാൻ കഴിയുമെന്ന് നീ കരുതുന്നുവോ യുധിഷ്ഠിര? ഭീഷ്മരെയും ദ്രോണരെയും നേരിട്ടതിന് ശേഷം നിന്റെ എത്ര സൈനികർ നാളെ ജീവനോടെ തിരിച്ച് പാളയത്തിലേക്ക് എത്തുമെന്ന് കണ്ടു തന്നെ അറിയണം. യുധിഷ്ഠിര, നീ കിണറ്റിലെ തവളയാണ്. നിനക്ക് അറിയില്ല എൻ്റെ പക്ഷത്ത് യുദ്ധത്തിനായി ആരൊക്കെയാണ് അണിനിരന്ന് നിൽക്കുവാൻ പോകുന്നതെന്ന്. 4 ദിക്കുകളിൽ നിന്നും രാജാക്കന്മാർ സൈന്യവുമായി കൗരവ പക്ഷത്ത് എത്തിക്കഴിഞ്ഞു. കാംബോജം, ശാൽവം, മത്സ്യം, ആന്ധ്ര, ദ്രാവിഡം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ദേശങ്ങളിൽ നിന്നും വീരന്മാർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ സൈന്യം ഗംഗ പോലെയാണ്. അത് മുറിച്ചു കടക്കുക അസംഭവ്യമാണ് യുധിഷ്ഠിര. നാളെ ഞാൻ ആനകളുടെ സൈന്യത്തിന്റെ മധ്യത്തിലായി കാണപ്പെടും. വിഡ്ഢിയായ നീ നാളെ യുദ്ധത്തിന് ഇറങ്ങുക. തുടർന്ന് ഉലൂകൻ അർജുനനെ നോക്കി പറഞ്ഞു, അർജുന, വീരവാദം മുഴക്കി നിൽക്കാതെ നാളെ നീ യുദ്ധത്തിനിറങ്ങണം. ചുമ്മാ വീരസ്യം പറഞ്ഞു നിന്നാൽ യുദ്ധത്തിൽ ജയിക്കുവാൻ കഴിയില്ല. അതിന് പ്രവൃത്തിയാണ് വേണ്ടത്. വാക്കുകൾ കൊണ്ട് എന്തിനാണ് നീ എപ്പോഴും അഭ്യാസം കാണിക്കുന്നത്? ആത്മപ്രശംസ ചെയ്ത് യുദ്ധം ജയിക്കുവാൻ കഴിയില്ല അർജുന. വാസുദേവൻ നിന്റെ കൂടെ കാണുമായിരിക്കാം. പന പോലെയുള്ള ഗാണ്ഡീവം നിന്റെ കയ്യിലുണ്ടായിരിക്കാം. നീ വീരനായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും നിന്റെ രാജ്യം എൻ്റെ കൈകളിലാണ്. ചുമ്മാ ധർമ്മമെന്ന് പറഞ്ഞിരുന്നാൽ വിജയം കൈവരിക്കുവാൻ കഴിയുകയില്ല അർജുന. നീ കാട്ടിൽ കരഞ്ഞു നടന്നപ്പോൾ ഞാൻ 13 വർഷം നിന്റെ രാജ്യം ആസ്വദിച്ചു. നിന്നെയും നിന്റെ പക്ഷത്തെയും കൊന്നിട്ട് ഇനിയും ഞാൻ ദീർഘകാലം നിന്റെ രാജ്യം കൈവശം വയ്ക്കും. ചൂതുകളിയിൽ ഞങ്ങളോട് തോറ്റ് നീ ഞങ്ങളുടെ അടിമയായപ്പോൾ എവിടെയായിരുന്നു നിന്റെ ഗാണ്ഡീവം? അപ്പോൾ എവിടെയായിരുന്നു ഭീമസേനന്റെ മെയ്ക്കരുത്ത്? ഭീമന്റെ ഗദയ്ക്കോ നിന്റെ ഗാണ്ഡീവത്തിനോ നിന്നെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. നിന്നെയും നിന്റെ സഹോദരന്മാരെയും ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ദ്രൗപദിയാണ്. നീയും നിന്റെ സഹോദരന്മാരും മുളയ്ക്കാത്ത വിത്ത് പോലെ ചുമ്മാ ഈ ഭൂമിയിൽ കിടക്കുകയാണ്, ഒരു ഉപയോഗവുമില്ലാതെ. വിരാടന്റെ രാജധാനിയിൽ വെച്ച് നിന്റെ വീര്യം എവിടെ പോയി അർജുന? മഹാവീരൻ ഭീമൻ വിരാടന് വേണ്ടി പാചകക്കാരനായി. അവനെ കൊണ്ട് അതിനൊക്കെ കൊള്ളാവുകയുള്ളൂ. അടുക്കളയിലിരുന്ന അഭ്യാസം കാണിക്കുവാനേ അവനെ കൊണ്ട് പറ്റുകയുമുള്ളൂ. അർജുന, കേശവനെയോ നിന്നെയോ ഭയന്ന് ഞാൻ രാജ്യം നിനക്ക് നൽകുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. നീ കേശവനോടൊപ്പം യുദ്ധത്തിനിറങ്ങൂ. നിന്റെ മന്ത്രവും മായാജാലവും കണ്ടൊന്നും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ അലർച്ച കേട്ട് നീയായിരിക്കും ഭയപ്പെടുക. 1000 വാസുദേവന്മാരെയും 1000 അർജുനന്മാരെയും നേരിടുവാൻ ഞാൻ ഒരുക്കമാണ്. ഭീഷ്മർ പർവ്വതമാണ്. കൃപർ ഭീമാകാരനായ മത്സ്യമാണ്.
ദുശാസനൻ പ്രളയമാണ്. നീ കർണനോടും ദ്രോണരോടും ശല്യരോടും ജയദ്രഥനോടുമെല്ലാം യുദ്ധം ചെയ്യുവാൻ തയ്യാറായിക്കൊള്ളൂ അർജുന. കൗരവ സൈന്യമാകുന്ന പ്രളയ ജലത്തിൽ നീ മുങ്ങി താണു പോകും. നീയും നിന്റെ കൂട്ടരും മരണപ്പെടുക തന്നെ ചെയ്യും അർജുന. പാർത്ഥ, ഈ രാജ്യം ഭരിക്കാമെന്ന് നീ സ്വപ്നം കാണണ്ട. നിനക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയുമില്ല. ഉലൂകന്റെ വാക്കുകൾ കേട്ട് അർജുനൻ ക്രോധത്താൽ പത്തി വിടർത്തിയ സർപ്പത്തെ പോലെ ചീറി. ദുര്യോധനന്റെ സന്ദേശം കേട്ട് പാണ്ഡവർ ക്രോധത്താൽ ചാടി എഴുന്നേറ്റു. പല കാരണങ്ങളാലും ക്രോധാകുലരായിരിക്കുന്ന പാണ്ഡവർ ദുര്യോധനന്റെ സന്ദേശം കേട്ട് ക്രോധം കൊണ്ട് കാട്ടുതീ പോലെ ജ്വലിച്ചു. ദേഷ്യം കാരണം ഭീമന്റെ കണ്ണുകൾ ചുവന്നു. ഭീമൻ തന്റെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും അക്രമം ചെയ്തു പോയാലോ എന്ന് കരുതി കേശവൻ ഉലൂകനോട് പറഞ്ഞു, എത്രയും വേഗം നീ ഇവിടെ നിന്നും മടങ്ങുക. ദുര്യോധനനോട് പറയുക, അവന്റെ സന്ദേശം ഞങ്ങൾ കേൾക്കേണ്ടതുപോലെ കേട്ടുവെന്ന്. ഈ സന്ദേശത്തിന് പിന്നിലെ അവന്റെ ഉദ്ദേശവും നമുക്ക് മനസ്സിലായി എന്ന് ദുര്യോധനനെ അറിയിക്കുക. ഉലൂക, നീ ഇനി ദുര്യോധനനോടുള്ള എന്റെ സന്ദേശം അവനെ അറിയിക്കുക. ദുര്യോധന, നീ നാളെ ആകുവാൻ കാത്തിരിക്കുക. ഹേ വിഡ്ഢി, നീ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്നും വിശ്വസിച്ച് ഇരിക്കുകയാണോ? യുദ്ധത്തിൽ ഞാൻ ഒരു തേരാളി മാത്രമായിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ടി വന്നാൽ അഗ്നി വൈക്കോൽ കൂട്ടത്തെ എന്ന കണക്കെ നിന്റെ സൈന്യത്തെ നിഷ്പ്രയാസം ചാമ്പലാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് നീ മറക്കാതിരിക്കുക. യുധിഷ്ഠിരന്റെ അഭ്യർത്ഥന മാനിച്ച് മാത്രമാണ് ഞാൻ അർജുനന്റെ തേരാളിയാവുന്നത്. ദുര്യോധന, നീ ഏത് ലോകത്ത് ചെന്നൊളിച്ചാലും അർജുനന്റെ രഥം നിന്നെ പിന്തുടരും. ഭീമൻ ദുശാസനന്റെ ചോര കുടിക്കുക തന്നെ ചെയ്യും. ക്രോധത്താൽ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അർജുനൻ ഉലൂകനോട് പറഞ്ഞു, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളതുകൊണ്ട് ശത്രുവിനെ വെല്ലുവിളിക്കുന്നവൻ പുരുഷനാണ്, അവൻ വീരനാണ്. എന്നാൽ തന്റെ കൂടെ നിൽക്കുന്നവരുടെ കഴിവിൽ അമിതമായി വിശ്വാസമർപ്പിച്ച് ശത്രുവിനെ വെല്ലുവിളിച്ച് പ്രകോപിപ്പിക്കുന്നവൻ പമ്പര വിഡ്ഢിയാണ്. അവനാണ് ഏറ്റവും ദുർബലനായ ക്ഷത്രിയൻ. ദുര്യോധന, നരാധമനായ നീ ബാക്കിയുള്ളവരുടെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് വീരവാദം മുഴക്കുകയാണ്. പിതാമഹന് അറിയാം ശരിയും തെറ്റും ധർമ്മവും അധർമ്മവുമെല്ലാം. അദ്ദേഹം മഹാവീരനായിരിക്കാം, എന്നാലും അദ്ദേഹം യുദ്ധത്തിൽ വീഴുക തന്നെ ചെയ്യും. നീ കുലത്തിന്റെ തന്നെ തീരാ കളങ്കമാണ് ദുര്യോധന. ദുര്യോധന, നീ നോക്കി നിൽക്കെ ഭീഷ്മർ യുദ്ധത്തിൽ വീണുപോകും. സവ്യസാചി അർജുനൻ നിന്നെയും നിന്റെ സൈന്യത്തെയും യമപുരിക്ക് അയക്കുവാൻ തയ്യാറാണ്. ഈ രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കട്ടെ. ഭീഷ്മ പിതാമഹൻ നിന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് അറിയാം. ദുര്യോധന, പാണ്ഡവ സൈന്യത്തെ ഞാൻ വധിക്കും. അത് എൻ്റെ കടമ. എനിക്ക് വിട്ടേക്കൂ അത്. എനിക്ക് ദ്രോണരെ ഒഴിച്ച് മറ്റാരെയും വധിക്കുവാൻ കഴിയും. നീ ഭയപ്പെടേണ്ട. പിതാമഹന്റെ ഈ വാക്കുകൾ കേട്ടല്ലേ ദുര്യോധന നീ അഹങ്കരിക്കുന്നത്? അത് കേട്ടല്ലേ നീ യുദ്ധം വിജയിച്ചവനെ പോലെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംസാരിക്കുന്നത്? നിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത് നിനക്ക് കാണുവാൻ കഴിയുന്നില്ല ദുര്യോധന. ഹേ സുയോധന, ഞാൻ യുദ്ധത്തിൽ ആദ്യം വീഴ്ത്തുക ഭീഷ്മരെയായിരിക്കും. നീ ഭീഷ്മരുടെ പിന്നിൽ എത്ര നാൾ ഒളിച്ചിരിക്കുമെന്ന് എനിക്ക് കാണണം. ഭീമസേനൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് ധർമ്മത്തെക്കുറിച്ച് യാതൊരു വേവലാതിയുമില്ല. അദ്ദേഹം ക്രോധമാണ്, അദ്ദേഹം ഹിംസയാണ്. അദ്ദേഹം ദുശാസനനെ വധിക്കുക തന്നെ ചെയ്യും. മൂഢ, ഈ യുദ്ധത്തെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് നീ കരുതുന്നത് തന്നെ ഒരു ഫലിതമാണ്. ഭീഷ്മരും ദ്രോണരും കർണനുമെല്ലാം മരണപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് നിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടമാകും. ഓരോരുത്തരായി നിന്റെ സഹോദരന്മാരും നിന്റെ പുത്രന്മാരും നീ കണ്ടു നിൽക്കെ മരണപ്പെടും. ഭീമനാൽ അവർ വധിക്കപ്പെടുമ്പോൾ നീ നിന്റെ പ്രവർത്തികളെപ്പറ്റി ഓർക്കും. കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിക്കുകയും ചെയ്യും. അർജുനന്റെ വാക്കുകൾ കേട്ട് ഭയന്ന് ഉലൂകൻ അധികം വൈകാതെ തന്നെ പാണ്ഡവ പാളയത്തിൽ നിന്നും മടങ്ങി. തിരിച്ച് കൗരവപക്ഷത്തിലെത്തിയ ഉലൂകൻ പാണ്ഡവരുടെ സന്ദേശം ദുര്യോധനനെ ധരിപ്പിച്ചു. പാണ്ഡവരുടെ സന്ദേശം കേട്ട് സൈന്യം യുദ്ധത്തിനായി പൂർണ്ണസജ്ജരായി നിൽക്കണമെന്ന് ദുര്യോധനൻ ആജ്ഞാപിച്ചു. സൂര്യോദയത്തിന് മുൻപ് തന്നെ സൈന്യം യുദ്ധത്തിനായി അണിനിരന്ന് നിൽക്കണമെന്ന് നിർദ്ദേശിച്ചു. കർണന്റെ നിർദ്ദേശപ്രകാരം ദൂതന്മാരെ നാനാദിക്കിലേക്കും അയക്കപ്പെട്ടു. കർണൻ സൈന്യത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. എല്ലാ രാജാക്കന്മാർക്കും സൂര്യോദയത്തിന് മുൻപായി തന്നെ സജ്ജരായി നിൽക്കണമെന്ന് നിർദ്ദേശം നൽകപ്പെട്ടു. തൽക്കാലം മഹാഭാരതത്തിന്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.